കേരള രാഷ്ട്രീയത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയൊരു കൊടുങ്കാറ്റഴിച്ചു വിട്ടുകൊണ്ടാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായകമായ ആത്മപരിശോധന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM നേരിടേണ്ടി വന്ന അതിദയനീയവും അപ്രതീക്ഷിതവുമായ തകർച്ചയുടെ യഥാർത്ഥ കാരണങ്ങൾ തികച്ചും സ്വയം വിമർശനാത്മകമായി തുറന്നു സമ്മതിക്കുന്ന ഒരു രേഖയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുമ്പോൾ സാധാരണയായി കേൾക്കാറുള്ള കേവലം ഒരു ഭരണവിരുദ്ധ തരംഗം എന്ന ലളിതമായ ന്യായീകരണത്തിനെല്ലാം അപ്പുറത്തേക്ക് കടന്ന് പാർട്ടിയുടെ അടിത്തറയിൽ തന്നെ പൂർണ്ണമായി പിടിച്ചുലച്ച ആന്തരിക പ്രതിസന്ധികളെയും സംഘടനാപരമായ ജീർണതകളെയും വിചാരണ ചെയ്യുന്ന ഒന്നായി ഈ റിപ്പോർട്ട് മാറുന്നുമുണ്ട്. 10 വർഷത്തെ തടസ്സമില്ലാത്ത ഭരണത്തിന് ശേഷം LDF കേവലം 35 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോവുകയും പാർട്ടിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 21.77% കൂപ്പുകുത്തുകയും ചെയ്തത് പ്രസ്ഥാനത്തിന് സംഭവിച്ച വൻ വീഴ്ചകളെ തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണനിർവഹണത്തിൽ സംഭവിച്ച ഗുരുതരമായ പാളിച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകളും പാർട്ടി ചരിത്രത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആന്തരിക കലാപങ്ങൾക്കും കേഡർമാരുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്കിനും വഴിവെച്ചെന്ന് റിപ്പോർട്ട് ഒട്ടും മടിയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളിൽ പോലും താഴെത്തട്ടിലുള്ള അണികളും ഉപരിസമിതിയിലെ നേതൃത്വവും തമ്മിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായി അറ്റുപോയി എന്നതിനുള്ള തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. നോക്കൂ, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി കാലങ്ങളായി പാലിച്ചു പോന്നിരുന്ന സുതാര്യതയും കൃത്യമായ മാനദണ്ഡങ്ങളും പൂർണ്ണമായി ലംഘിക്കപ്പെട്ടത് സംസ്ഥാനത്തുടനീളം വലിയൊരു നെഗറ്റീവ് സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. വിജയ സാധ്യത മാത്രം മാനദണ്ഡമാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ച 54 ജനപ്രതിനിധികൾക്ക് വീണ്ടും ജനവിധി തേടാൻ ടിക്കറ്റ് നൽകുകയും ഭൂരിഭാഗം പേരും തങ്ങളുടെ പഴയ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കുകയും ചെയ്തപ്പോൾ ജനപ്രിയ നേതാവായ KK ശൈലജയെ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത്. സംഘടനാപരമായ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടും പൊതുജന സമക്ഷം ഇത് ശരിവെക്കാൻ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ മണ്ഡലം മാറ്റം അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ സംശയങ്ങൾക്കും തെറ്റായ സന്ദേശങ്ങൾക്കും ഇടയാക്കുകയും എതിരാളികൾക്ക് കടുപ്പേറിയ പ്രചരണ ആയുധമായി മാറുകയും ചെയ്തു. CPMന്റെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ തിടുക്കത്തിലുള്ള തീരുമാനങ്ങളെ കേന്ദ്ര റിപ്പോർട്ട് രൂക്ഷമായി വിചാരണ ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ആവശ്യമായ ജാഗ്രത ഇല്ലാതെയാണ് കൈകാര്യം ചെയ്തതെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ സ്വയം വിമർശനാത്മകമായി സമ്മതിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അതേപടി പുനഃപരിശോധനയില്ലാതെ അംഗീകരിച്ചു നൽകിയതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഗുരുതരമായി വീഴ്ച സംഭവിച്ചു. താഴെത്തട്ടിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ തികച്ചും അവഗണിച്ചെടുത്ത തീരുമാനങ്ങൾ വലിയ തോതിൽ പരാജയത്തിലേക്ക് നയിക്കുക കൂടിയായിരുന്നു. ഇതിനെല്ലാം പുറമെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിലും കണ്ണൂരിൽ വലിയ വീഴ്ച പറ്റിയെന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ CPM ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പൊതുവെ സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്കും യുവാക്കൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകാതിരുന്നത് വലിയ പോരായ്മയായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ സ്ത്രീകൾക്ക് അവസരം തീരെ കുറഞ്ഞു. ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടുവെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റികളുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് റിപ്പോർട്ട് ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം റിപ്പോർട്ടിലെ 38-ാം പാരഗ്രാഫിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ പടർന്നു പന്തലിക്കുന്ന പാർലമെന്ററി അവസരവാദത്തെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് കേന്ദ്ര കമ്മിറ്റി പങ്കുവയ്ക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന 3 നേതാക്കൾ ഔദ്യോഗിക തീരുമാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും എതിർശേരിയുടെ പിന്തുണയോടെ മത്സരരംഗത്തിറങ്ങുകയും ചെയ്തത് പാർട്ടിയുടെ അച്ചടക്കത്തെ അപ്പാടെ തകിടം മറിച്ചു. മുൻ ജനപ്രതിനിധികൾ കൂടിയായ ഈ നേതാക്കൾ പാർട്ടി വിട്ട് എതിരായി മത്സരിക്കുക മാത്രമല്ല, CPMന്റെ ഉറച്ച കോട്ടകളായ തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കേഡർ സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ വിള്ളലാണ് ഇത് കാണിക്കുന്നത്. അധികാരമോഹവും സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യവും അടിസ്ഥാനമാക്കിയുള്ള അവസരവാദം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തിപ്പെട്ടിരിക്കുന്നുവെന്നും നേതൃത്വവും സാധാരണക്കാരായ അണികളും തമ്മിൽ വലിയൊരു ആശയവിനിമയ വിടവ് രൂപപ്പെട്ടിരിക്കുകയാണെന്നും ഈ പരാജയങ്ങൾ തുറന്നു കാട്ടുന്നു. ഭരണതലത്തിലും പാർട്ടിയുടെ മേൽനോട്ടത്തിലും ഉണ്ടായ പാളിച്ചകളെക്കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. 2ാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ കൃത്യമായ നിയന്ത്രണമില്ലായിരുന്നു. മുമ്പ് ഭരണത്തിലുണ്ടായിരുന്നപ്പോഴെല്ലാം സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളും പദ്ധതികളും നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പാർട്ടി ഉപസമിതികളും ക്യാബിനറ്റ് ഫ്രാക്ഷൻ കമ്മിറ്റികളും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. ഇത് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനം പൂർണ്ണമായി ഇല്ലാതാക്കി. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അതിക്രമങ്ങളും ബ്യൂറോക്രസിയുടെ സ്വേച്ഛാധിപത്യപരമായ നിലപാടുകളും ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും ശക്തമായ പ്രതിഷേധത്തിലാണ് വഴിവെച്ചത്. ചില മന്ത്രിമാർ നേരിൽ കാണാൻ സാധിക്കാത്ത വിധം ജനങ്ങളിൽ നിന്നും അകലുകയും
ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിക്കുകയും ചെയ്തത് വലിയ തിരിച്ചടിയായി. സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തതോടെ ജനങ്ങളുടെ പരാതികൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ പാർട്ടി കേഡറുകളും അതുപോലെ ബഹുജന സംഘടനകളും തയ്യാറായില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന ബഹുജന സംഘടനകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനങ്ങളെ അണിനിരത്തി പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും വലിയൊരു പാളിച്ചയായി വിലയിരുത്തപ്പെടുന്നു. നേതാക്കൾക്കിടയിൽ വളർന്നു വന്ന ചില വ്യക്തിപരമായ ദുഷ്പ്രവണതകളും ജനവിശ്വാസം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായി മാറി. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, വരുമാനത്തിന് മുകളിലുള്ള ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള നരേറ്റീവ് ഈ പ്രവണതകൾ ചില നേതാക്കൾക്കിടയിൽ ഉണ്ടാവുകയും ഇവ കൃത്യസമയത്ത് തിരുത്താൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കാതെ പോവുകയും ചെയ്തത് ജനങ്ങളിൽ കടുത്ത അതിർത്തി ഉണ്ടാക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറിനെതിരെ അടിയന്തര അച്ചടക്ക നടപടിയെടുക്കാൻ വൈകിയത് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സമയബന്ധിതമായി നടപടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം വീഴ്ചയും വരുത്തി. ചില സഹകരണ ബാങ്കുകളിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിരഹിത പ്രസ്ഥാനം എന്ന പദവിക്ക് കടുത്ത ആഘാതമേൽപ്പിച്ചു. ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നുവെന്ന് സംസ്ഥാന നേതൃത്വം ഇപ്പോഴും അവകാശപ്പെടുമ്പോഴും ജനങ്ങൾക്കിടയിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടായിരുന്നുവെന്നാണ് കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് സ്ഥാപിക്കുന്നത്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട കർഷകർ എന്നിവിടങ്ങളിൽ ഇവരിലെല്ലാം വലിയൊരു വിഭാഗം ഇടതു മുന്നണിയിൽ നിന്നും അകന്നുപോയി എന്നത് ചെറിയൊരു വിഷയമല്ല. KSRTC പെൻഷൻ കുടിശ്ശിക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ, പരമ്പരാഗത വ്യാവസായിക മേഖലയിലെ തകർച്ച, ബിൽഡിംഗ് ഫീസുകളുടെ വർധനവ്, സഹകരണ മേഖലയിലെ വിഷയങ്ങൾ, ഖനന നിയന്ത്രണങ്ങൾ മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, രൂക്ഷമായ വന്യജീവി ശല്യം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോയത് ജനരോഷം ഇരട്ടിപ്പിക്കുകയും ചെയ്തു. 4 ലേബർ കോഡുകൾക്കെതിരെ ജസ്റ്റിസ് ഗോപാലഗൌഡ കമ്മിറ്റിയെ നിയോഗിച്ച് തൊഴിലാളി അനുകൂല നിലപാട് സ്വീകരിച്ച ഏക സർക്കാർ ഇടതുമുന്നണിയാണെങ്കിലും അത് പ്രചരണത്തിൽ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ സാധിച്ചില്ല. പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ വിഷയങ്ങളെല്ലാം കൂടി പുറത്തു വരുന്ന പ്രധാന കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കിക്കെട്ടിയത് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ വന്ന വലിയ പാളിച്ചയായിരുന്നു. ഇത് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വം എന്ന തത്വത്തിന് വിരുദ്ധമായിരുന്നു എന്ന് മാത്രമല്ല, വികസന ക്ഷേമ രാഷ്ട്രീയത്തിനപ്പുറം ശക്തമായ ഐഡിയോളജിക്കൽ പോരാട്ടം ഉയർത്തുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു. പ്രചരണത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് തിരിഞ്ഞതോടെ അദ്ദേഹത്തെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കാൻ പ്രതിപക്ഷത്തിന് എളുപ്പമാവുകയും ചെയ്തു. കോൺഗ്രസിന്റെയും UDFന്റെയും പിന്തിരിപ്പൻ ഭരണവർഗ നിലപാടുകളെ തുറന്നു കാട്ടാനുള്ള രാഷ്ട്രീയ മുൻകൈ ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്തു. വ്യവസ്ഥതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിമിതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം എല്ലാ പ്രശ്നങ്ങളും സർക്കാർ പരിഹരിക്കുമെന്ന തെറ്റായ പ്രതീക്ഷ നൽകിയതും തിരിച്ചടിയായി. കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ ഫെഡറൽ വിരുദ്ധ സമീപനവും സാമ്പത്തിക ഉപരോധവും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്ന മിഥ്യാധാരണ ജനങ്ങളിൽ രൂപപ്പെടുകയായിരുന്നു. നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രചരണവുമായി വികസന പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുന്നതിലും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിലും കടുത്ത വീഴ്ചകളുണ്ടായി. ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ മന്ത്രി വാസവൻ വായിച്ച സംഭവം പാർട്ടിയുടെ മതേതര നിലപാടിന് വലിയ ആഘാതമുണ്ടാക്കുകയും ജനങ്ങളിൽ കടുത്ത അമർഷമുണ്ടാക്കുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ വെള്ളാപ്പള്ളി നടേശന്റെ അധിക്ഷേപപരമായ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതും തെറ്റായ ധാരണ പടർത്തി. CPMന് BJPയുമായി രഹസ്യ ബന്ധമുണ്ടെന്ന UDF പ്രചരണത്തെ പ്രതിരോധിക്കാൻ അതിന് തക്ക രാഷ്ട്രീയ മറുപടി നൽകാനുമായില്ല. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും നടത്തിയ പ്രചരണങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിനുണ്ടായ തെറ്റിദ്ധാരണകളും പരമ്പരാഗത ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടാക്കി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് PM ശ്രീ പദ്ധതി വിഷയത്തിൽ ഘടകകക്ഷിയായ CPIയുമായി ഉണ്ടായ പരസ്യ തർക്കം BJP CPM അന്തർധാരയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലമേകുകയും ചെയ്തു. ഈ വിഷയത്തിൽ അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ടത് വൈകിയാണെന്ന് റിപ്പോർട്ട് സമ്മതിക്കുന്നുണ്ട്. മുന്നണിയിലെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നതിലും മന്ത്രിമാരുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിലും പാർട്ടി കാണിച്ച അനാസ്ഥയാണ് ഇത് വ്യക്തമാക്കുന്നത്. പൊതുവേദികളിലും മാധ്യമങ്ങളിലും സംസാരിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ കാണിച്ച ജാഗ്രത കുറവും ദീർഘിച്ച് ശ്രദ്ധയില്ലാത്തതുമായ അതുമാത്രമല്ല മനസ്സിലാകാത്തതുമായ ഭാഷകളിൽ പ്രസംഗം നടത്തിയതും എതിരാളികൾക്ക് ആയുധമായി മാറി. പാർട്ടി കേഡർമാരിൽ രാഷ്ട്രീയ ബോധവൽക്കരണം കുറഞ്ഞു വരുന്നതും അണികളോട് പാർട്ടി നിലപാടുകൾ വ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്ന സഖാക്കളുടെ കുറവും വലിയ സംഘടനാ പോരായ്മയായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയൊരു ഭാഗം പാർട്ടി അംഗങ്ങളും കേഡറുകളും പൂർണ്ണമായും നിഷ്ക്രിയരായിരുന്നു. വീട് വീടാന്തരമുള്ള പ്രചരണം നടപ്പിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന പ്രവർത്തനങ്ങളെയും സ്ത്രീകളെയും യുവാക്കളെയും അവരുടെ സ്വാധീനത്തിലാക്കുന്ന തന്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ പാർട്ടി സംസ്ഥാന സമ്മേളന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനും സാധിച്ചില്ല. താഴെത്തട്ടിലുള്ള കമ്മിറ്റികളുടെയും അണികളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുന്നതും ജനാധിപത്യ കേന്ദ്രീകരണം ശരിയായി നടപ്പിലാക്കാത്തതും അത് കാരണം കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല. കേവലം വികസന തന്ത്രങ്ങളോ വ്യക്തി കേന്ദ്രീകൃത പ്രചരണങ്ങളോ മാത്രം കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കാനാകില്ല എന്നും
നവ ഉദാരവൽക്കരണ വർഗീയ ശക്തികൾക്കെതിരെയുള്ള കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മാത്രമേ ജനസ്വാധീനം വീണ്ടെടുക്കാൻ കഴിയൂ എന്നും വ്യക്തമാക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിലും ഭരണത്തിലും, അതായത് ഭരണതലത്തിലും സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അന്തിമമായി വിലയിരുത്തുകയാണ്.